നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇൻഫർമേഷനുകളാണ് കേരള ഡേയ്സ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ്: സംസ്ഥാനത്തെ 7 ജില്ലകളിൽ റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലെ AY മഞ്ഞ, PHH പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങൾക്കാണ് സെപ്റ്റംബർ 25 തീയതി മുതൽ ഒക്ടോബർ 1 തീയതി വരെ മസ്റ്ററിംഗ് നടപടികൾ അനുവദിച്ചിരിക്കുന്നത്. മഞ്ഞ, പിങ്ക് കാർഡിൽ ഉൾപ്പെടുന്ന എല്ലാ അംഗങ്ങളും ഒക്ടോബർ 1 വരെ റേഷൻ കടകളിലെത്തി EKYC മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി റേഷൻ കാർഡ് നമ്പറും ആധാർ കാർഡും കയ്യിൽ കരുതണം. നേരത്തെ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഇ-പോസ് മുഖാന്തരം KYC അപ്ഡേറ്റ് ചെയ്തവർ വീണ്ടും മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല. അതേപോലെ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഇ-പോസ് മെഷീനിൽ വിരലമർത്തി റേഷൻ വാങ്ങിയവരും EKYC അപ്ഡേറ്റ് മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. ഇവർ റേഷൻ വാങ്ങുന്നതിനായി കൈവിരൽ പതിപ്പിച്ചപ്പോൾ EKYC അപ്ഡേഷൻ മസ്റ്ററിംഗ് ഇതിനോടൊപ്പം നടന്നിട്ടുണ്ട്. എന്നാൽ കാർഡിലെ മറ്റ് അംഗങ്ങൾ റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് 30-ന് ശേഷം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മസ്റ്ററിംഗ് ആരംഭിച്ച ഇന്നലെ പലയിടത്തും സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ മൂലം സാവധാനമാണ് മസ്റ്ററിംഗ് നടപടികൾ നടന്നത്. പലയിടത്തും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മസ്റ്ററിംഗ് നടത്താനായില്ല. വിരലടയാളം പതിയാത്തതാണ് ഇതിന്റെ കാരണം. ഇതിനു വേണ്ട അപ്ഡേഷൻ സോഫ്റ്റ്വെയറിൽ നടത്തിയിട്ടില്ലെന്നുള്ള പരാതിയും ഉണ്ട്. കുട്ടികളുടെ വിരലടയാളം പതിപ്പിക്കുന്നതും കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ വ്യക്തത വരുത്തണമെന്ന് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗങ്ങൾ വിദേശത്തോ സംസ്ഥാനത്തിന് പുറത്തോ ആണുള്ളതെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസിലോ സിറ്റി റേഷനിംഗ് ഓഫീസിലോ അപേക്ഷ നൽകി ഇവരെ NRK അഥവാ നോൺ റെസിഡന്റ് ഇൻ കേരള എന്ന സ്റ്റാറ്റസിലേക്ക് മാറ്റേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ റേഷൻ കാർഡിൽ അവരുടെ പേരുണ്ടാകുമെങ്കിലും ഇ-പോസിൽ അവരുടെ പേര് വരാത്തതിനാൽ ഇവരുടെ റേഷൻ വിഹിതം ഒഴിവാകും. കേരളത്തിൽ ഇല്ലാത്തവർക്ക് റേഷൻ വിഹിതത്തിന് അർഹതയില്ല എന്നതാണ് ചട്ടം. ഇവർ തിരികെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ NRK എന്ന സ്റ്റാറ്റസ് മാറ്റുന്നതിനുള്ള അപേക്ഷ നൽകാവുന്നതും തുടർന്ന് റേഷൻ വിഹിതം ലഭിക്കുന്നതുമാണ്. ഒക്ടോബർ 1-ന് 7 ജില്ലകളിലെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം ഒക്ടോബർ 3 മുതൽ 8 തീയതി വരെ പാലക്കാട്, കോഴിക്കോട്, വയനാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിലും മസ്റ്ററിംഗ് നടക്കുന്നതാണ്. മഞ്ഞ, പിങ്ക് കാർഡിലെ അംഗങ്ങൾ ഈ തീയതികളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ അറിയിപ്പ്: കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ് PM കിസാൻ അംഗങ്ങൾക്കുള്ളത്. PM കിസാൻ സമ്മാൻ നിധിയുടെ 18ാമത് ഗഡുവായ 2000 രൂപയുടെ വിതരണ തീയതി കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്നീ 4 മാസങ്ങളിലെ തുകയായ 2000 രൂപയുടെ വിതരണ തീയതിയാണ് PM കിസാൻ ഔദ്യോഗിക പോർട്ടലിലൂടെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഒക്ടോബർ 5 ശനിയാഴ്ചയാണ് 18ാമത് ഗഡു രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. കേരളത്തിൽ ഇത് 25 ലക്ഷത്തോളം കർഷകർക്കാണ് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിച്ചു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കേരള ഡേയ്സ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര, സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരള ഡേയ്സ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.